ഡിമോളിഷ് എന്ന പദത്തെ ചൊല്ലി കുന്നംകുളം കൗൺസിൽ യോഗത്തിൽ ബഹളം. നഗരത്തിലെ പൊളിക്കാത്ത കെട്ടിടം പൊളിച്ചതായി റിപ്പോർട്ട് നൽകിയ റവന്യൂ ഇൻസ്പെക്ടർ നഗരസഭയ്ക്ക് കെട്ടിട നികുതി ഇനത്തിൽ ലഭിക്കേണ്ട ലക്ഷങ്ങൾ നഷ്ടം വരുത്തിയതായും ആക്ഷേപം ഉയർന്നു. നഗരസഭ 2020-ൽ 45 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച ചുറ്റുമതിൽ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുള്ള സ്വകാര്യ വ്യക്തി കെട്ടിടം പണിയുന്നതിനുവേണ്ടി മണ്ണെടുത്തതിനെ തുടർന്ന് തകർന്നു വീണിരുന്നു. നിരവധി തവണ നഗരസഭ മതിൽ നിർമ്മിച്ചു തരണമെന്നാവശ്യപ്പെട്ടിട്ടും ഇതുവരെ കെട്ടിട ഉടമ ഇതിന് തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം കെട്ടിട നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അത് വകവയ്ക്കാതെ കെട്ടിട നിർമ്മാണം തുടരുകയാണ്. നഗരസഭ ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒത്താശയോടെയാണ് ഈ നിർമ്മാണം നടത്തുന്നതെന്നും നഗരസഭയുടെ ഉത്തരവിനെ വില കൽപ്പിക്കാത്ത ഉടമയുടെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് റദ്ദാക്കണമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു സി ബേബി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സെക്രട്ടറി കൊടുത്തിട്ടുള്ള ഒരുപാട് ഈ സ്റ്റോപ്പ് മെമ്മോകളും നിർത്തിവെക്കണമെന്ന നോട്ടീസുകളിലൊക്കെ പണി ചെയ്തതിന് ശേഷം നോട്ടീസ് കൊടുത്തതിന് ശേഷം പണി വളരെ ദ്രുതഗതിയിൽ നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ നഗരസഭാ സെക്രട്ടറി കൊടുക്കുന്ന ലെറ്റർ അവർക്ക് നിർത്തിവെക്കാൻ പറയുന്നതാണോ അതോ പണി എത്രയും പൂർത്തീകരിക്കണം എന്നുള്ളതിന് മുന്നോടിയായിട്ട് കൊടുക്കുന്ന നോട്ടീസാണോ? അത് അടുത്ത നടപടി വരുമ്പോഴേക്കും അത് പെട്ടെന്ന് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് സംശയം. അപ്പൊ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം എന്നുള്ളതാണ്. നമ്മളതല്ലാതെ എന്ത് പറഞ്ഞാലും നോട്ടീസ് കൊടുത്തു, അത് കഴിഞ്ഞാൽ വീണ്ടും നോട്ടീസ് കൊടുത്തു. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിന്റെ കൊടുത്ത ഈ നോട്ടീസ് കൊടുത്ത ഡേറ്റുകളൊക്കെ ഓർമ്മയുണ്ട് അവിടെ പറഞ്ഞിട്ട്. നഗരസഭയിലെ സ്വകാര്യ കെട്ടിടമാണ് റവന്യൂ സെക്രട്ടറി ഡിമോളിഷ് ചെയ്തുവെന്ന് റിപ്പോർട്ട് നൽകിയത്. പിന്നീട് നഗരസഭാ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും അന്വേഷിച്ചെത്തിയപ്പോഴാണ് സ്വകാര്യ കെട്ടിടത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം പൊളിച്ചു നീക്കി കെട്ടിടം നിലനിർത്തി പുതിയ പെർമിറ്റിന് അപേക്ഷ നൽകിയതായും കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥന്റെ നടപടി വ്യാപക അഴിമതിക്ക് ഇടവരുത്തിയതായി RMP കൗൺസിലർ റീജ സലീൽ, ബീന രവി തുടങ്ങിയവർ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് കെട്ടിട ഉടമ നടത്തിയ തന്ത്രപരമായ നീക്കമാണ് സംഭവത്തിന്റെ പിന്നിലെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. വയോമിത്രം ക്യാമ്പുകളിൽ വരുന്ന രോഗികൾക്ക് പ്രാഥമിക പരിശോധനയ്ക്ക് ജീവനക്കാരില്ലെന്ന് കോൺഗ്രസ് അംഗം ഷാജി ആലിക്കൽ പറഞ്ഞു. പരിശോധനയ്ക്ക് ജീവനക്കാരില്ലെങ്കിൽ വയോമിത്രം പദ്ധതിയുടെ ആവശ്യമെന്താണെന്നും ഷാജി ആലിക്കൽ പറഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വ്യക്തമാക്കി. കൗൺസിലർമാരുടെ ആക്ഷേപം ശരിവയ്ക്കുന്ന നിലപാടാണ് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ യോഗത്തിൽ സ്വീകരിച്ചത്. സംഭവം സെക്രട്ടറി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് റിപ്പോർട്ടിലൂടെ പുറത്തുവരുമെന്നും അഴിമതിയും അനീതിയും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും നഗരസഭയ്ക്ക് ലഭിക്കേണ്ട കെട്ടിട നികുതി നഷ്ടപ്പെടില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകി. PM സുരേഷ്, KK മുരളി, ഗീതാ ശശി, സോഫിയ ശ്രീജിത്ത്, രേഷ്മ സുനിൽ, രേഖ സജീവ്, T സോമശേഖരൻ, ബീന രവി എന്നിവർ സംസാരിച്ചു.